നമസ്കാരം. പ്രധാന വാർത്തകൾ. പിടിവിട്ട് സ്വർണം, ഇന്നും വൻ വില വർധന. കേരളത്തിൽ സ്വർണ്ണവില ഇന്നും വൻതോതിൽ ഉയർന്നു. പവന് 680 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. 68,080 രൂപയാണ് ഇന്നത്തെ സ്വർണത്തിന്റെ വില. കഴിഞ്ഞ ദിവസവും സ്വർണ്ണവിലയിൽ വർധനവുണ്ടായിരുന്നു. ഗ്രാമിന് 85 രൂപ ഉയർന്ന് 8,510 രൂപയായാണ് സ്വർണ്ണവില വർദ്ധിച്ചത്. അന്താരാഷ്ട്ര വിപണിയിലും സ്വർണ്ണവില റെക്കോർഡിലാണ്. തിങ്കളാഴ്ച സ്വർണ്ണവില ഔൺസിന് $3,100 ഉയർന്നു. സ്പോട്ട് ഗോൾഡിന്റെ വില 1% ഉയർന്ന് $3,116.94 US സ്വർണത്തിന്റെ ഭാവി വിലകളും ഉയരുകയാണ്. ഭൂനികുതിയും വാഹന നികുതിയും കൂടി. ഇന്നു മുതൽ വൈദ്യുതി നിരക്കും കൂടും. സംസ്ഥാന സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ച നിരക്ക് വർധനകളും ഇളവുകളും ആനുകൂല്യങ്ങളും ഇന്നു മുതൽ പ്രാബല്യത്തിലായി. ഭൂനികുതിയും വാഹന നികുതിയും കൂടി. വൈദ്യുതി ചാർജും യൂണിറ്റിന് 12 പൈസ വെച്ച് കൂടും. സർക്കാർ ഉത്തരവിറക്കാത്തതിനാൽ വെള്ളക്കരത്തിലെ 5% വർധന പ്രാബല്യത്തിൽ വരില്ല. 15 വർഷം കഴിഞ്ഞ വാഹനങ്ങളുടെ നികുതി കൂടി. ഇരുചക്ര വാഹനങ്ങൾക്കും സ്വകാര്യ മുച്ചക്ര വാഹനങ്ങൾക്കും 900 രൂപയായിരുന്നത് 1,350 രൂപയായി വർദ്ധിച്ചു. എല്ലാ ഇലക്ട്രിക് വാഹനങ്ങൾക്കും 5% നികുതി എന്നത് മാറി. 15 ലക്ഷം വരെ വിലയുള്ളവയ്ക്ക് 5%, 20 ലക്ഷം വരെ 8%, അതിന് മുകളിലുള്ളവർക്ക് 10% നികുതി കൂടി. ഭൂനികുതിയിൽ 50% വർധന. ഭൂമിയുടെ അളവനുസരിച്ച് സ്ലാബ് അടിസ്ഥാനത്തിലാണ് നിരക്ക് കൂടുന്നത്. ഒരാറിന് 2.5 മുതൽ 15 രൂപ വരെ വർദ്ധിക്കും. 23-നും കോടതി ഫീസുകളും വർദ്ധിച്ചു. സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്തയിൽ 3% വർധന ഏപ്രിലിലെ ശമ്പളത്തോടൊപ്പം കിട്ടും. ദിവസവേതന കരാർ ജീവനക്കാരുടെ ശമ്പളവും 5% വർദ്ധിക്കും. പോലീസ് സ്റ്റേഷനിലെ ശുചിമുറിയിൽ യുവാവ് തൂങ്ങി മരിച്ച നിലയിൽ. അമ്പലവയൽ സ്വദേശി ഗോകുലാണ് സ്റ്റേഷനിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ചത്. കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിലാണ് സംഭവം. ഒരു പെൺകുട്ടിയെ കാണാതായതുമായി ബന്ധപ്പെട്ട യുവാവിനെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയിരുന്നു. മൃതദേഹം കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമല്ല. പോലീസ് വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 9 മാസം ഗർഭിണിയായ യുവതി ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ. ദുരൂഹത. 9 മാസം ഗർഭിണിയായ യുവതിയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മാഞ്ഞൂർ കണ്ടാറ്റുപാടം സ്വദേശി അഖിൽ മാനുവലിന്റെ ഭാര്യ അമിത സണ്ണിയാണ് മരിച്ചത്. ഭർത്താവുമായുള്ള വഴക്കാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മകളുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്. മരണത്തിൽ സംശയമുണ്ടെന്ന് അമിതയുടെ മാതാപിതാക്കൾ ആരോപിച്ചു. മാതാപിതാക്കളുടെ പരാതിയിൽ കടുത്തുരുത്തി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. CPM പോളിറ്റ് ബ്യൂറോ KK ശൈലജയ്ക്ക് പ്രഥമ പരിഗണന. CPM നേതാവ് KK ശൈലജ CPM പോളിറ്റ് ബ്യൂറോയിലെത്തിയേക്കും. കേരളത്തിൽ നിന്ന് പരിഗണിക്കുന്നവരുടെ പട്ടികയിൽ പ്രഥമ പരിഗണന KK ശൈലജയ്ക്കാണെന്ന് റിപ്പോർട്ടുകളുണ്ട്. PBയിലെ വനിതാ അംഗങ്ങളായ ബൃന്ദ കാരറ്റും സുഭാഷിണി അലിയും ഒഴിയുന്നതാണ് ശൈലജയ്ക്ക് അനുകൂലമായ ഘടകം. K രാധാകൃഷ്ണൻ MP, തോമസ് ഐസക്, EP ജയരാജൻ എന്നിവരുടെ പേരുകളിലും പരിഗണന പട്ടികയിലുണ്ട്. കേരളത്തിൽ നിന്നുള്ള മുതിർന്ന അംഗവും മുൻ വിദ്യാഭ്യാസ മന്ത്രിയുമായ MA ബേബിയുടെ പേര് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നുണ്ട്.